ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കൊച്ചിയിലെ മുത്തൂറ്റ് മിനി റോയൽ ടവേഴ്സിന്റെ താഴെയുള്ള ഒരു റെസ്റ്റോറന്റിലാണ്. ഇതാണ് മപ്പാസ് റെസ്റ്റോറന്റ്. അതായത് എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ മെട്രോ പില്ലർ നമ്പർ 600 അടുത്തുള്ള പോത്തീസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയി കാണുന്ന ബിൽഡിങ്ങിന്റെ താഴത്തെ നിലയിലുള്ള ഒരു മൾട്ടി കുസിൻ റെസ്റ്റോറന്റ് ആണ്. റെസ്റ്റോറന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമ്മളെ വരവേൽക്കുന്നത് ഈ ഒരു ടെംപ്റ്റിംഗ് ബോർഡാണ്. ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന്. വാവ്, റിയലി ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആണ്. പുറത്തുനിന്ന് കാണുമ്പോൾ ഇങ്ങനെ ഒരു ആംബിയൻസ് ഉണ്ടെന്ന് തോന്നുകയില്ല. തിരക്കുള്ള സമയത്ത് വെയിറ്റ് ചെയ്യുന്നവർക്ക് ഇരിക്കാൻ നല്ലൊരു പ്ലഷ് സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർക്ക് എൻട്രൻസിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഫസ്റ്റ് കാണുന്നത് ഇവരുടെ ബെവറേജസ് ഒക്കെ സെറ്റ് ചെയ്യുന്ന ഒരു കൗണ്ടറാണ്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു നീറ്റ് ആൻഡ് ടൈഡി ഹാൻഡ് വാഷ് ഫെസിലിറ്റിയും കാണാം. അപ്പോ ഈ കാണുന്നതാണ് ഇവരുടെ ഒരു ലീനിയർ സ്റ്റൈലിലുള്ള ഇവരുടെ ഡൈനിങ് സ്പേസ്. ഇത് ഇവരുടെ മെയിൻ ഡൈനിങ് സ്പേസ് ആണ്. വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു ഫൈൻ ഡൈൻ സ്പേസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കാണുന്നത് ഇവരുടെ ഒരു പ്രൈവറ്റ് ഡൈനിങ് സ്പേസ് ആണ്. അതായത് ഒരു ഹ്യൂജ് ഫാമിലി ഒക്കെ ആയിട്ട് വരാണെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കാവുന്നതാണ്. അതേപോലെ ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു ടീം മീറ്റിംഗ് ഒക്കെ ആയിട്ട് വരാണെങ്കിൽ ഇവിടെ ഇരുന്ന് സുഖമായിട്ടിരുന്ന് സംസാരിച്ചിരുന്ന് കഴിക്കാം. അതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഇനി ഇവരുടെ കോമൺ ഡൈനിങ് സ്പേസ് നോക്കിയാലും ഡിഫറെന്റ് നമ്പർ ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സീറ്റ്സും ഉണ്ട്. അപ്പോ എവിടെയാണ് നിങ്ങൾ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ വന്നിരിക്കാം. അപ്പൊ നമ്മൾ എന്തായാലും ഈ കോർണറിലുള്ള ഈ സീറ്റ് തന്നെ തെരഞ്ഞെടുത്തു. അപ്പൊ അവിടെ ഇരുന്ന് ഇവരുടെ മെനു ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ റീസണബിൾ റേറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. വെരി ഇൻട്രസ്റ്റിംഗ് മെനു. എല്ലാ ഐറ്റംസും കവർ ചെയ്തിട്ടുണ്ട്. മെനുവിൽ മെയിൻ അട്രാക്ഷൻ ആയിട്ട് തോന്നിയത് ഇവരുടെ എല്ലാ ഐറ്റംസിലും ഉള്ള മപ്പാസ് കറിയാണ്. അപ്പൊ വളരെ ആപ്റ്റ് ആയിട്ടാണ് ഇവര് റെസ്റ്റോറന്റിന്റെ പേരിട്ടിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കുറച്ച് സെലക്റ്റീവ് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ട് ആദ്യം എത്തിയത് ഇവരുടെ ഈ ഒരു ടെംപ്റ്റിംഗ് ആൻഡ് മസ്റ്റ് ട്രൈ സ്റ്റാർട്ടേഴ്സ് ആണ്. ഇവര് തന്നെയാണ് ഇത് സജസ്റ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇതാണ് ഇവരുടെ മപ്പ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ. അതിന്റെ ഹാഫ് പോർഷന് ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. വളരെ ടെംപ്റ്റിംഗ് ആയി തോന്നി. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാവ്, അടിപൊളി. ശരിക്കും ഒരു ബജ്ജി രൂപത്തിലാണ് ഇത് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ടേസ്റ്റും. നല്ല തിൻ സ്ട്രിപ്സ് ഓഫ് ചിക്കൻ. ശരിക്കും ഉള്ളി ബജ്ജി ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി അണിയൻസ് ഒക്കെ ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ സ്റ്റാർട്ടർ ആണ്. ഒരു മസ്റ്റ് ട്രൈ സ്റ്റാർട്ടർ ആണ്. അധികം ഓയിലി പോലെ ഫീൽ ചെയ്തതുമില്ല. ഒരു ചിക്കൻ ലവർ ആണെന്ന് വെച്ചാൽ മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. പിന്നത്തെ സ്റ്റാർട്ടറും ഇവർ തന്നെ സജസ്റ്റ് ചെയ്തതാണ്. അപ്പൊ ഇതാണ് ഇവരുടെ സോൾട്ട് പെപ്പർ ഫിഷ്. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം. ഇതിന്റെ പേരിലുള്ളത് പോലെ സോൾട്ടും പെപ്പറും ഒരു ബാലൻസ്ഡ് രീതിയിലുള്ള ടേസ്റ്റ് ആണ്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബാസ ഫിഷ് ആണ്. വളരെ സോഫ്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ അധികം സ്പൈസി അല്ലാത്ത ഒരു ചൈനീസ് ടൈപ്പ് ഓഫ് സ്റ്റാർട്ടർ ആണ്. അപ്പൊ ചൈനീസ് ഫുഡ് ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. അടുത്തത് നമ്മൾ ഓർഡർ ചെയ്ത മെയിൻ ഡിഷസ് ആണ് വന്നത്. അപ്പൊ അതിൽ ഈ ബിരിയാണി ഉണ്ട്, ഈ ഒരു കറിയുണ്ട്, പൊറോട്ടയുണ്ട്, ബിരിയാണിയുടെ കൂടെ റൈത്തയും അച്ചാറും ഉണ്ട്. അപ്പോ ഇതാണ് ഇവരുടെ പൊറോട്ട. 20 രൂപയാണ് ഒരു പൊറോട്ടയ്ക്ക് വരുന്നത്. അങ്ങനെ 3 പൊറോട്ട. പിന്നെ ഇവരുടെ സ്പെഷ്യൽ മപ്പാസ് കറി. അത് ചിക്കൻ ഐറ്റം ഓൾറെഡി ഒരെണ്ണം പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ചെമ്മീൻ മപ്പാസ് ആണ് ഓർഡർ ചെയ്തത്. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. ഇഷ്ടം പോലെ ചെമ്മീനുള്ളത് പോലെ തോന്നുന്നുണ്ട്. നല്ല ക്വാണ്ടിറ്റി. ശരിക്കും നല്ലൊരു ഫ്രേഗ്രന്റ് അരോമ വരുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ലേശം ആ കറി എടുത്ത് ഇവരുടെ പൊറോട്ട പിച്ചി ഒരു പ്രോൺ പീസ് കൂട്ടി കറിയിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആഹാ, കൊള്ളാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ഒരു കറിയാണ്. അധികം സ്പൈസി അല്ലാത്ത. അപ്പൊ മപ്പാസ് ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. സാധാരണ രീതിയിൽ ഡക്ക് മപ്പാസ് ആണ് കൂടുതലും കാണാറ്. ഇവിടെ ചിക്കനിലും ഫിഷിലും ചെമ്മീനിലും ഡക്കിലും ബീഫിലും എല്ലാം മപ്പാസ് ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞതാണ് ഇവരുടെ ഈ ചിക്കൻ ബിരിയാണി ഇവിടുത്തെ നല്ലൊരു ഫാസ്റ്റ് മൂവിങ് ഐറ്റം ആണെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഓർഡർ ചെയ്തതാണ്. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. 2 പീസ് ചിക്കൻ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി റൈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ ഇതിന്റെ കൂടെ റൈത്തയും വരുന്നുണ്ട്, അച്ചാറും വരുന്നുണ്ട്, പപ്പടവും വരുന്നുണ്ട്, നല്ല മസാലയും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ അച്ചാർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് കണ്ടിട്ട് ഒരു പ്രത്യേക അച്ചാർ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആഹാ, കൊള്ളാലോ. ബീറ്റ്റൂട്ട് ആണെന്ന് തോന്നുന്നു. നല്ലൊരു സ്പെഷ്യൽ അച്ചാറ്. വളരെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇനി ഈ ചിക്കൻ ഒരു പീസ് എടുത്ത് ഫ്രൈ ചെയ്ത ചിക്കൻ ആണെന്ന് തോന്നുന്നു ഇതിലിട്ടിരിക്കുന്നത്. അപ്പൊ അതും പപ്പടവും പിന്നെ അതേപോലെ ആ അച്ചാറും റൈത്തയും കൂട്ടി ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്.
കൊള്ളാം, നല്ല ബിരിയാണിയാണ്. അതായത് നന്നായി കുക്ക്ഡ് ആയിട്ടുള്ള ബിരിയാണി, വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള നല്ല മസാലയുള്ള ക്വാളിറ്റിയുള്ള റൈസിന്റെ ബിരിയാണി. അങ്ങനെ ഫുഡ് എല്ലാം കഴിഞ്ഞ് ഡെസേർട്സിനായി പറഞ്ഞത് ഈ 3 ഐറ്റംസ് ആണ്. അപ്പോ ഒരു പുഡിംഗ് പറഞ്ഞിട്ടുണ്ട്, 2 ഷേക്സ് പറഞ്ഞിട്ടുണ്ട്. ഒരു ചോക്ലേറ്റ് ലവർ ആയതുകൊണ്ട് സ്വന്തം ഓർഡർ ചെയ്തതാണ് ഈ ഒരു ഷേക്ക്, ഇവരുടെ ചോക്ലേറ്റ് ഷേക്ക്. ഈ ഒരു റേറ്റിന് നല്ല ക്വാണ്ടിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു സിപ്പ് എടുത്ത് നോക്കാം. വാവ്, നല്ല കിഡിലൻ ചോക്ലേറ്റ് ഷേക്ക് ആണ്. ചോക്ലേറ്റ് ലവേഴ്സ് എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. അടുത്തത് നമുക്ക് ഇവരുടെ ക്രീം കാരമൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല പ്രസന്റേഷൻ, ഈ ഒരു റേറ്റിന് ഈ ഒരു ക്വാണ്ടിറ്റിയാണ് കിട്ടുന്നത്. വാവ്, നല്ല ടിപ്പിക്കൽ കാരമൽ പുഡിംഗ് വിത്ത് കാരമൽ സോസ്. പക്ഷെ ആ കാരമൽ സോസിന് ഒരു കോഫി ഫ്ലേവർ ആണ് ഫീൽ ചെയ്തത്. നല്ല പുഡിംഗ് ആയിരുന്നു. പിന്നെ ഇതിന്റെ മുകളിൽ ഹാർഡ് ആൻഡ് കാരമലൈസ് ഷുഗർ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു കാരമൽ പുഡിംഗ് കഴിക്കാൻ ചാൻസ് കിട്ടിയത്. വളരെ എൻജോയ് ചെയ്തു. പിന്നെ പറഞ്ഞതാണ് ഈ വാനില ഷേക്ക്. ഒരു സാധാ ഷേക്ക് പോലെയാണ് ഫീൽ ചെയ്തത്, കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഐസ്ക്രീം എൻറ്റയർലി ഡിഫറെന്റ് ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇന്നത്തെ ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ്. വളരെ നല്ല ഫുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും നല്ലൊരു ഫാമിലി ഫൈൻ ഡൈൻ റെസ്റ്റോറന്റ് പോലെ തന്നെയാണ് ഫീൽ ചെയ്തത്. ആദ്യമായിട്ടാണ് ഒരു റെസ്റ്റോറന്റിൽ തന്നെ ഇത്ര അധികം അപ്പാസ് വെറൈറ്റീസ് കാണുന്നത്. പിന്നെ ഇവരുടെ മറ്റൊരു ബെസ്റ്റ് സെല്ലർ ഇവരുടെ മീൽസ് ആണ്. ഇവർക്ക് വെജിറ്റേറിയൻ മീൽസും ഉണ്ട്, ഫിഷ് കറി മീൽസും ഉണ്ട്. നമ്മുടെ ചുറ്റും ഇരുന്ന് കഴിച്ചവര് മിക്കവരും ഇവരുടെ മീൽസോ അല്ലെങ്കിൽ ഇവരുടെ ബിരിയാണിയോ ആണ് കഴിച്ചിരുന്നത്. അപ്പൊ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടി ഇവരുടെ ഫാസ്റ്റ് മൂവിംഗ് ബെസ്റ്റ് സെല്ലേഴ്സ് എന്താണെന്ന്. പിന്നെ ഇവരുടെ കിച്ചണൊക്കെ വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതിലൂടെ പാസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പോത്തീസിൽ ഷോപ്പിംഗിൽ വരുമ്പോഴോ വേറെ എവിടെയും നോക്കണ്ട, നേരെ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് വന്നാൽ മതി. നല്ല ഫുഡാണ്. സ്റ്റെപ്സ് കയറി ഇറങ്ങാനുള്ളവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ബാക്കി എല്ലാവരും ഇവിടെ വന്ന് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.